ഒരു കാലത്ത് ചെറുതും വലുതുമായി നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നടിയാണ് ചാന്ദിനി. നായികയായിട്ടും നായികയുടെ കൂട്ടുകാരിയായിട്ടും ഒക്കെ നിരവധി ചിത്രങ്ങളിൽ താരം അഭിനയിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് നടൻ ഷാജു ശ്രീധരുമായിട്ടുള്ള പ്രണയവിവാഹത്തോടെയാണ് ചാന്ദിനി അഭിനയത്തിൽ നിന്നും ഇടവേളയെടുത്തത്. ലൊക്കേഷനിൽ വെച്ച് കണ്ടുമുട്ടിയ ഇരുവരും പ്രണയിച്ച് വിവാഹിതരാവുകയായിരുന്നു. അതേസമയം തന്റെ ആദ്യ സിനിമയെക്കുറിച്ചും അതിൽ അഭിനയിക്കാൻ എത്തിയപ്പോൾ പേര് മാറ്റിയതിനെക്കുറിച്ചും പറയുകയാണ് ചാന്ദിനി. ഇപ്പോൾ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണ് ചാന്ദിനി. തന്റെ ശരിക്കുമുള്ള പേര് സുനിത എന്നാണെന്നാണ് താരം പറയുന്നത്. സത്യഭാമയ്ക്കൊരു പ്രേമലേഖനം എന്ന സിനിമയ്ക്ക് വേണ്ടി ഡയറക്ടർ രാജസേനൻ സാറാണ് തന്റെ പേര് മാറ്റിയതെന്നും സത്യത്തിൽ തന്റെ പേര് ചാന്ദിനി എന്ന് മാറ്റിയത് താൻ അറിഞ്ഞതും മാഗസിൻ വഴിയാണെന്നും ചാന്ദിനി പറയുന്നു. സിനിമയുടെ സ്ക്രീൻ ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറാൻ നിൽക്കുമ്പോൾ അച്ഛൻ വെള്ളി നക്ഷത്രം എന്ന മാഗസിൻ വാങ്ങിക്കൊണ്ടുവന്നു. അതിൽ രാജസേനന്റെ പുതിയ സിനിമയിൽ പുതുമുഖം ചാന്ദിനിയാണ് നായികയെന്ന് ന്യൂസ് കണ്ടുവെന്നും അവർ വേറെ ആരെയോ സെലക്ട് ചെയ്തിട്ടുണ്ട്, ന്യൂസ് ഒക്കെ വന്നിട്ടുണ്ടെന്ന് താൻ തന്റെ അച്ഛനോട് പറഞ്ഞുവെന്നും അന്ന് വലിയ സിനിമാ മോഹമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വിഷമമൊന്നും തോന്നിയില്ല എന്നും ചാന്ദിനി പറയുന്നു. വാർത്ത മുഴുവൻ വായിച്ചു വന്നപ്പോൾ അവസാനം എഴുതിയിരിക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിലെ കെ ബാലചന്ദ്രന്റെയും കാർത്തിയായനിയുടെയും മകളായ ചാന്ദിനി കലാമണ്ഡലം വിദ്യാർത്ഥിനിയാണ് എന്നായിരുന്നു. അപ്പോഴാണ് തന്നെ സിനിമയിൽ എടുത്തതെന്നും തന്റെ പേര് ചാന്ദിനി എന്ന് മാറ്റിയെന്നും താൻ അറിയുന്നത്. അതേസമയത്ത് സുനിത എന്ന പേരിൽ മറ്റൊരു നടി കൂടി ഉണ്ടായിരുന്നു. അതാണ് അവർ തന്റെ പേര് മാറ്റാൻ കാരണമെന്നും നടി പറയുന്നുണ്ട്. ദിവ്യ ഉണ്ണി, കാവേരി, ചിപ്പി, പൂർണിമ, പ്രിയ, ഗായത്രി, ആശ ചേച്ചി എന്നിവരായിരുന്നു അന്നത്തെ തന്റെ കൂട്ടുകാരെന്നും അവരെല്ലാം കലാമണ്ഡലം ഗോപിമാഷിന്റെ സ്റ്റുഡൻസ് ആയിരുന്നുവെന്നും താൻ മാഷിന്റെ അസിസ്റ്റന്റുമാണെന്നും തന്റെ ഡാൻസിനെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ അവിടെ ആയിരുന്നുവെന്നും ചാന്ദിനി പറയുന്നുണ്ട്. മാത്രമല്ല അനിയത്തി പ്രാവാണോ തന്റെ ആദ്യ സിനിമയെന്ന് എല്ലാവരും ചോദിക്കുമെന്നും എന്നാൽ അത് തന്റെ 4ാമത്തെ സിനിമയാണെന്നും ബിജു മേനോന്റെ നായികയായി സത്യഭാമയ്ക്കൊരു പ്രേമലേഖനം എന്ന സിനിമയാണ് താൻ ആദ്യമായി അഭിനയിക്കുന്നതെന്നും ചാന്ദിനി വ്യക്തമാക്കി. അതേസമയം മലയാളത്തിന് ഏറ്റവും പ്രിയപ്പെട്ട താരദമ്പതിമാരാണ് ഷാജു ശ്രീധരും ഭാര്യ ചാന്ദിനിയും. സിനിമയിലും സീരിയലും ഒക്കെ ഒരുമിച്ച് അഭിനയിച്ച താരങ്ങൾ പ്രണയിച്ച് വിവാഹം കഴിക്കുകയായിരുന്നു. 25 വർഷത്തെ ദാമ്പത്യ ജീവിതം ഇപ്പോഴും സന്തുഷ്ടമായി കൊണ്ടുപോകുകയാണ് താരങ്ങൾ. വീട്ടുകാരുടെ സമ്മതമില്ലാതെ ഒളിച്ചോടിപ്പോയി വിവാഹം കഴിച്ചതിനെ കുറിച്ച് താരങ്ങൾ നിരവധി തവണ തുറന്നു പറഞ്ഞിട്ടുണ്ട്. നളചരിതം 4ാം ദിവസം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോഴാണ് വിവാഹത്തെക്കുറിച്ച് തങ്ങൾ പ്ലാൻ ചെയ്യുന്നതെന്നും അക്കാലത്ത് വിവാഹം കഴിക്കാനുള്ള സാമ്പത്തികമോ മറ്റോ തനിക്ക് ഇല്ലായിരുന്നുവെന്നും തന്റെ 24ാമത്തെ വയസ്സിലായിരുന്നു തങ്ങളുടെ വിവാഹമെന്നും ഷാജു മുൻപ് പറഞ്ഞിരുന്നു. പ്രണയത്തെക്കുറിച്ച് വീട്ടിൽ അറിഞ്ഞതോടെയാണ് വിവാഹാലോചനയുമായി ചെന്നതെന്നും മാത്രമല്ല തന്റെ വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, വിവാഹത്തിന് സമ്മതിക്കുന്നില്ലെന്ന് അറിഞ്ഞപ്പോൾ അതൊരു വാശിയായി മാറുകയായിരുന്നുവെന്നും പിന്നീടാണ് ചാന്ദിനിയെ വിളിച്ചിട്ട് ഇറങ്ങാനായി പറഞ്ഞതെന്നുമാണ് മുൻപൊരു പരിപാടിക്കിടെ തങ്ങളുടെ ഒളിച്ചോട്ടത്തെക്കുറിച്ച് ഷാജു പറഞ്ഞത്. അതേസമയം ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങൾ ചെയ്ത നടിയാണ് ചാന്ദിനി. അനിയത്തി പ്രാവിലെ ശാലിനിയുടെ കൂട്ടുകാരിയായുള്ള റോളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.